അസ്സലാമലൈക്കും. ഇറ്റ്സ് മിനി ഹലനാസി ഈസി ഹോം കുക്ക്. എൻ്റെ ചാനലിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ആയിട്ട് പോകുന്ന ഒരു ചെറിയ ട്രിപ്പ് വീഡിയോ ആണ് കേട്ടോ ഞാനിതിടുന്നത്. ട്രിപ്പ് എന്ന് പറയുമ്പോൾ വലിയ തോതിലുള്ള ട്രിപ്പൊന്നുമല്ല, ഒരു വൺ ഡേ ട്രിപ്പാണ്. നമുക്ക് രണ്ട് കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പം എന്തായാലും മക്കളിട്ട് വെച്ച് 2-3 ദിവസമൊന്നും ട്രിപ്പ് പോകാനുള്ള മനസാക്ഷി കേടൊന്നും വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ പോകുന്നവരുണ്ട്, നല്ലത്, ഭയങ്കര കോൺഫിഡൻ്റ് ഉള്ള ആൾക്കാർ തന്നെയാണ് അത്. പക്ഷേ എനിക്ക് എന്തായാലും ആ ഒരു കോൺഫിഡൻ്റ് ഇല്ല കേട്ടോ. എന്തെന്നായാലും നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്ന വഴിക്ക് നമ്മൾ ഈങ്ങാപ്പുഴയുള്ള നമ്മളെ വൈറ്റ് ഹൗസ് ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാൻ മതിയാവും. അവിടെ കയറി മന്തിയൊക്കെ കഴിച്ച്, പക്ഷെ അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ റെയിൻകോട്ട് ഊരിയിട്ടേ ഇല്ലായിരുന്നു. എന്തായാലും പോണ വഴിക്ക് നമ്മൾ അവിടുന്ന് ലുഹറൊക്കെ നിസ്കരിച്ച്, ലേഡീസിനും ജെൻസിനും അവിടെ തന്നെ ഹോട്ടലിൻ്റെ തന്നെ ഒരു നിസ്കാര റൂം ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതാണ്, പക്ഷേ അൽഹംദുലില്ലാ അവിടെ നിന്ന് കയറി നിസ്കരിച്ചൊക്കെ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ട് ഈ ഒരു പോക്കിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സൂര്യകാന്തി കാണണം, അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം. പിന്നെ ഒരുപാടായി മുത്തങ്ങയിലൊക്കെ പോയിട്ട്, പിന്നെ പോകുന്ന വഴിക്കുള്ള ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. എന്തൊരു കോടയായിരുന്നു എന്നറിയോ, എന്ത് രസമാണ് അതിലൊക്കെ പോകുമ്പം. എനിക്കെന്താ പറയുക, നമ്മൾ ആദ്യമായിട്ടായിരിക്കും നമ്മൾ ബൈക്കിൽ ട്രിപ്പ് പോയിട്ട് നമുക്ക് ഇത്ര ഒരു കോട കിട്ടുന്നത് കേട്ടോ. കുട്ടികളൊക്കെ ആയതിന് ശേഷം പിന്നെ നമ്മൾ മക്കളായിട്ട് പോവുക എന്നല്ലാണ്ട് നമ്മൾ സ്വന്തമായിട്ടൊരു ട്രിപ്പ് മക്കളെ കൂട്ടാതെ ഇതുവരെ അങ്ങനെ പോയിട്ടൊന്നുമില്ല. പക്ഷേ നമ്മളിത് രണ്ടും കൽപ്പിച്ച് 2 മക്കളെയും ഉമ്മൻ്റെ അടുത്ത് ആക്കിയിട്ട് പോവുകയാണ് കേട്ടോ. ചെറിയ ആൾക്ക് പിന്നെ വലിയ തോതൊന്നുമില്ല, അറിയൊന്നുമില്ലല്ലോ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും. വലിയ ആളോട് പറഞ്ഞിട്ടുമില്ല നമ്മളിങ്ങനെ വയനാട്ടിലോട്ടാണ് പോകുന്നത്. ഇനി കുഞ്ഞ് മനസ്സ് വേദനിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത്. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും ആൾക്ക് മനസ്സിലാവും കേട്ടോ നമ്മളിവിടേക്കാണ് വന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിതാ ചുരമൊക്കെ കയറി. ചുരം എനിക്ക് തോന്നുന്നു ഉടനീളം നല്ല അടിപൊളിയായിട്ട് കോട കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക്, അതായത് കുട്ടികൾ കൊണ്ടുപോകണം, പക്ഷേ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെയുള്ള ട്രിപ്പൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ഒറ്റയ്ക്കും ചെയ്യണമെന്ന് എനിക്ക് ഈ ഒരു ട്രിപ്പ് പോയപ്പോൾ മനസ്സിലായിട്ടോ. അത്രയ്ക്കും നല്ലൊരു എന്താ പറയുക, ഭയങ്കര ഒരു സുഖമായിരുന്നു. കാരണം നമ്മൾ ബൈക്കിൽ പോകുന്ന സമയത്ത് മഴ പെയ്യുന്ന സമയത്തൊക്കെ കുട്ടികൾക്കത് പറ്റൂലല്ലോ. നമുക്കിനി പനിച്ചാലും ജലദോഷം പിടിച്ചാലും നമുക്കല്ലേ അത് ബാധിക്കുകയുള്ളൂ, പക്ഷെ മക്കൾക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെയല്ലല്ലോ. ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, പോകുന്ന വഴിക്കൊരു ബോബ സാഗോ എന്ന് പറഞ്ഞിട്ട് ബോബ ടീ ഞാൻ ആദ്യമായിട്ടാട്ടോ ട്രൈ ചെയ്യുന്നത്. പക്ഷേ ട്രൈ ചെയ്തത് ഞാൻ ഫ്ലേവർ മാംഗോൻ്റെതായിപ്പോയി, പക്ഷേ ഒന്നിനും കൊള്ളൂലായിരുന്നു കേട്ടോ, വലിയ ടേസ്റ്റൊന്നുമില്ല. പക്ഷേ കോഫീൻ്റെ ടേസ്റ്റുള്ളത് നല്ല രസമാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ട് ഇനി ട്രൈ ചെയ്യുമ്പം അങ്ങനെ ചെയ്യണം. അങ്ങനെ ഇതാ നമ്മൾ മുത്തങ്ങയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മുത്തങ്ങ എത്തിയ സമയത്ത് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ആനനെ കാണണം, പിന്നെ പുലീനെ കാണണം, മയിൽ കാണണം, മാനിനെ കാണണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ കണ്ടത് എങ്ങനെയൊക്കെ വെച്ചാൽ മാനിനെ കണ്ടു, ആനനെ കണ്ട്, പിന്നെ കാട്ടുപോത്ത്, പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളെ കണ്ടിട്ടുണ്ട് കേട്ടോ, കരടീനെ കണ്ടു. അത് ഭയങ്കര ഒരു രസമായിട്ട് തോന്നി. കാരണം ആൾ എന്താ പറയുക, നമ്മൾ തൊട്ട മുന്നിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റി. പക്ഷേ എന്തോ കഴിക്കുന്ന തിരക്കിലായിരുന്നു എന്ന് തോന്നുന്നു. അത് ഫസ്റ്റത്തെ ആന ഇതാണ് കേട്ടോ, നല്ല അടിപൊളി ആനയായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ടത് മൊത്തം കൊമ്പനാനല്ല, അതായത് പെണ്ണാനനാട്ടോ കണ്ടത്. അതുകൊണ്ട് വലിയ കൊമ്പൊന്നും കാണാൻ സാധിച്ചില്ല. കണ്ടോ, കരടി കണ്ടോ, നല്ല അടിപൊളിയായിട്ട് മൂപ്പർ അവിടെ നിന്ന് എന്തോ തല കുനിച്ച് തിന്നാണ്. അതുകൊണ്ട് നമ്മൾ വീഡിയോസ് എടുക്കുന്നതൊന്നും ആൾ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ഇതാ ഓരോ ബോർഡറൊക്കെ കടന്ന് ഗുഡല്ലൂർ ബോർഡർ കഴിഞ്ഞാലാണ് പിന്നെ സൂര്യകാന്തി ചെട്ടീൻ്റെ പറഞ്ഞിട്ട് ഫുള്ള്. പക്ഷേ ഇത് നിങ്ങൾ വിചാരിക്കും നമുക്ക് വെറുതെ കയറി ഫോട്ടോ എടുക്കാമെന്നൊക്കെ. അവിടെ ഫ്രണ്ടിൽ തന്നെ ആൾക്കാരിയ്ക്കുന്നുണ്ട് 50 രൂപ വാങ്ങാൻ വേണ്ടിയിട്ട്. അവരുടെ അടുത്ത് പൈസ കൊടുത്താൽ മാത്രമേ നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ ഞാനും നാസിക്കും മാത്രം പോയതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ സിംഗിൾ ഫോട്ടോസ് മാത്രമേ എടുക്കാൻ അങ്ങനെ പറ്റിയിട്ടുള്ളൂ. നമുക്ക് 2 പേർക്കും കൂടി ചേർന്നിട്ട് അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അധികം ഓണൊക്കെ ആയതുകൊണ്ട് തന്നെ ചെട്ടിയും കാര്യങ്ങളൊക്കെ അധികം പറിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ സൂര്യകാന്തിയൊക്കെ ഇതാ എനിക്ക് തോന്നുന്ന അധികം ഇല്ല കേട്ടോ, ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ ഒരു കാണുന്നതൊക്കെ തന്നെ ചെട്ടിയായിട്ടുള്ളൂ. പിന്നെ അധികമൊക്കെ വാടിപ്പോയിട്ടുണ്ട്, ഒരുപാട് അവർ പറിച്ചൊക്കെ പോയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തേക്ക് ഒരുപാട് പേര് കാണാനും വരുന്നുണ്ട്, ഫോട്ടോസ് എടുക്കാനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ എന്താ പറയുക, അവിടെയും ഒരുപാട് പേര് വരുന്നുണ്ട്, നമ്മളൊക്കെ തന്നെയാണ് ഈ വീട്ടിലിരിക്കുന്നത് എന്നുള്ളൊരു ഇത് വരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ പോണ വഴിക്ക് പിന്നെ ഞാനാട്ടോ ഡ്രൈവ് ചെയ്തത്. പോണ വഴിക്ക് ഇതാ നമ്മൾ നല്ല കുറച്ച് ആനക്കൂട്ടങ്ങളെ തന്നെ കണ്ടെന്ന് വേണം പറയാൻ. അതായത് ആനനെ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ കാണാത്തത് പുലീനാട്ടോ. മയിൽ കണ്ടു, പക്ഷേ മയിൽ പീലി വിടർത്തിയിട്ട് അല്ല കണ്ടത്.
ഇനി വീലി വിടർത്തൂല എന്ന് പറഞ്ഞ് നിൽക്കുന്ന രൂപത്തിലാണ് ആന നിന്നത്. എന്തായാലും നമ്മൾ മുത്തങ്ങ വിട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. പോണ വഴിക്ക് നമ്മൾ വയനാട്ടിൽ നിന്ന് തന്നെ ഗീ റോസ്റ്റ് കഴിച്ച് പിന്നെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഡയറക്റ്റ് നല്ല അടിപൊളി കോടയും മഴയും കൂടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ട്രിപ്പ്. അപ്പം ഇതുപോലെ ട്രിപ്പ് പോവുക, അതായത് കുട്ടികളായതിനു ശേഷം ഇതുപോലെ ട്രിപ്പൊക്കെ പോകാൻ മടിക്കുന്നവർ അങ്ങോട്ട് പോവുക. കുട്ടികൾ കുറച്ച് നേരം വീട്ടിൽ നിൽക്കട്ടെ, നമ്മളില്ലാതെയും അവർ ജീവിക്കണമല്ലോ. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.